നമസ്കാരം, ഞാൻ അജ്മൽ ഖാൻ. എല്ലാവർക്കും അറ്റ്ലിയർ കൺസെപ്റ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ സ്പേസറും ലെവലറും ഉപയോഗിച്ചിട്ട് എങ്ങനെ ഭംഗിയായിട്ട് ടൈല് വിരിക്കാമെന്നുള്ളതാണ്. ടൈല് വിരിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ടൈലിൻ്റെ കോർണർ ബെൻഡ് ചെയ്തിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ടൈലിൻ്റെ സെൻറ്റർ ഭാഗം ബെൻഡ് ചെയ്തിരിക്കുക. ഈ ബെൻഡ് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ പെർഫെക്റ്റായിട്ട് ടൈല് വിരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നമ്മൾ ലെവലർ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ടൈല് വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈലിൻ്റെ ബെൻഡ് നമുക്ക് പരമാവധി ഒഴിവാക്കാനായിട്ട് സാധിക്കും. ലെവലർ ക്ലിപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കുകൾ നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ടൈൽ വർക്ക് ലേബർ കോൺട്രാക്റ്റ് ആയിട്ട് ചെയ്യുന്ന സമയങ്ങളിലൊന്നും ഈ ലെവലർ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് അവർ വർക്ക് ചെയ്യാറില്ല. ഈ ഒരു ലെവലർ ക്ലിപ്പ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കൊടുത്തിട്ട് ഇതുകൊണ്ട് അവരെ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റിയുടെ വ്യത്യാസം നമുക്ക് ആ സമയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ലെവലർ ക്ലിപ്പിൻ്റെ ഉപയോഗം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന് പകരമായിട്ട് സാധാരണ ടൈൽ വർക്കേഴ്സ് ചെയ്യുന്നത് ബെൻഡുള്ള ഭാഗങ്ങളിലും കോർണറുകളിലും വെയിറ്റ് കയറ്റി വെച്ച് ഫിനിഷ് ചെയ്യുകയാണ്. ഈ ഒരു മെത്തേഡ് നമുക്ക് ഫ്ലോറിൽ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വാള് ചെയ്യുന്ന സമയങ്ങളിലായിരിക്കും ഈ ലെവലർ ക്ലിപ്പിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് വേണ്ടി വരിക. ക്വാളിറ്റിയുള്ള ടൈൽ വർക്കാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലെവലർ ക്ലിപ്പും സ്പേസറും ഉപയോഗിച്ച് ടൈല് ചെയ്യുക. ഈ വീഡിയോയിലൂടെ ഇതിൻ്റെ ഫിറ്റിംഗ് എങ്ങനെയാണെന്നുള്ള ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്കുണ്ടാകുന്ന സംശയം എന്നുള്ളത് ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. റിമൂവ് ചെയ്യാനായിട്ട് സിമ്പിളാണ്. ടൈല് സെറ്റായതിനു ശേഷം ടൈറ്റർ എടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്കായി പൊക്കോളും. ഇത് പുതിയൊരു മെറ്റീരിയലല്ല, ഇത് വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു മെറ്റീരിയലാണ്. കേരളത്തിൽ അത്ര സുപരിചിതമല്ലാത്തത് കൊണ്ടിട്ടാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.